ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. ഞാനിന്ന് വന്നത് ഞാനൊരു സാധനം നാപ്റ്റോളിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങി. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ കൂട്ടുകാരെ എന്ത് കാര്യം ഉണ്ടെങ്കിലും അറിയിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് എന്താണെന്നൊക്കെ കാണിച്ചു തരാം. അപ്പോൾ അതൊക്കെ നോക്കാൻ വേണ്ടി നോക്കുമോ? എല്ലാവരും എൻ്റെ കൂടെ പോകുന്നുള്ളൂ. ഇതാണ് ഞാൻ ഓർഡർ ചെയ്ത് വരുത്തിയ സാധനം. ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റട്ടെ. ഇത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ ആദ്യത്തെ കവർ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടേ. ഇനി ഇതിനകത്ത് എന്താണെന്നൊന്ന് നോക്കാവേ. അപ്പോൾ നമ്മളെല്ലാം കട്ട് ചെയ്ത് പൊളിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിനകത്തുള്ള ഓരോ സാധനങ്ങളായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് സ്പൂണാണ് കേട്ടോ. എത്ര എണ്ണം ഉണ്ടെന്നൊക്കെ ഞാൻ കാണിച്ചു തരാവേ. പിന്നെ കുറച്ച് ചെറിയ ചെറിയ ഇതുപോലുള്ള ചെറിയ കിണ്ണം പോലത്തതാണ്. ഇത് ചെറുത് ഇത്രയും. അതുപോലെ തന്നെ ഇത്രയും അതുപോലെ ഗ്ലാസ് ഇതൊരു 6 എണ്ണം ഉണ്ട്. ചെറിയ തട്ടം, നമ്മൾ കറികളൊക്കെ കഴിക്കാൻ പറ്റിയ ചെറിയ ചെറിയ തട്ടം. പിന്നെ അതുപോലെ തന്നെ ഇതും ഒരു 6 എണ്ണം ഉണ്ട്. ഈ പ്ലേറ്റ് അതെല്ലാം ഞാൻ കാണിച്ചു തരാം നമുക്ക്. പിന്നെ ഉള്ളത് വലിയ തട്ടം ഒരു 6 എണ്ണം ഉണ്ട്. ഇത് ഓരോന്നായിട്ട് ഞാൻ ഒഴിച്ച് കാണിക്കാം. ഇത് കണ്ടോ, ഇതുപോലത്തെ ഒരു 6 എണ്ണം ഉണ്ട്. ഇത്രയും 6 പ്ലേറ്റ്, 6 എണ്ണം. അപ്പോൾ അത് 6 എണ്ണമായി. ഇനി ഇതുപോലത്തെ അതിൻ്റെ ചെറുതാണ് കേട്ടോ. ഇതും ഒരു 6 എണ്ണം ഉണ്ട്. നാപ്റ്റോണിൽ ചിലതൊക്കെ നല്ല നല്ല സാധനങ്ങൾ കിട്ടും കേട്ടോ. ഞാൻ ഇതുപോലെ കാണുമ്പോൾ ഓർഡർ ചെയ്തൊക്കെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. നല്ലതായിട്ട് കിട്ടും. ചിലതൊക്കെ മാത്രമേ ഷീറ്റൊക്കെ വാങ്ങിയാലാണ് അത് ആൾക്കാർ പറയുന്നുണ്ട് വാങ്ങുന്നത് പിന്നെ ഡാമേജൊക്കെ ഉള്ളത് വരുന്നുണ്ടെന്ന് പറയുന്നു. പ്ലേറ്റും ഒക്കെ നല്ലതാണ്. അപ്പോൾ അത് 6 എണ്ണം. പിന്നെ അതിൻ്റെ ചെറിയ നമ്മൾ കറികളൊക്കെ കഴിക്കുന്ന ചെറിയ പ്ലേറ്റില്ലേ, അതും 6 എണ്ണം വീതമുണ്ട്. ഇതുപോലത്തത്. ഇതെല്ലാം ഇങ്ങനെ ഇളക്കി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ബോറടിയായിട്ട് തോന്നും. അതുപോലെ തന്നെ
ഇത് കണ്ടോ, ഇതിൻ്റെ ഒരു 6 എണ്ണം ഉണ്ട്. അതിൻ്റെ ചെറുതൊരെണ്ണമുണ്ട്. അത് കാണിച്ചു തരാം. കണ്ടോ, പിന്നെ ഗ്ലാസും 6 എണ്ണമാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് വെള്ളമൊക്കെ ഇത്തിരി തണുത്ത വെള്ളമൊക്കെ കുടിക്കണമെങ്കിലൊക്കെ കുടിക്കും. കുറച്ച് വലിയ ഗ്ലാസ് അല്ലേ. അപ്പോൾ ആരെങ്കിലും നമുക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വെള്ളമൊക്കെ കുടിക്കാനൊക്കെ കൊടുക്കാനായിട്ട് പറ്റിയ ഗ്ലാസ്സാണ്. ഇതിൻ്റെ 6 എണ്ണമുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്പൂണ്, അതും 6 എണ്ണം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിൽ വന്നത്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ? ഞാനിങ്ങനെ ഇതിൽ കാണുമ്പോൾ ചില നല്ല നല്ല സാധനങ്ങളൊക്കെ എനിക്ക് ഓർഡർ ചെയ്ത് വരുത്താറുണ്ട്. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഓർഡർ ചെയ്ത് വരുത്തിയ സാധനങ്ങൾ. പിന്നെ ഞാനിതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, പെൺകുട്ടികൾ ജോലിയൊക്കെ ആയിട്ട് കല്യാണം കഴിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ. എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ വീട്ടുകാരെ അറിയിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ഒരാളെന്നെ ഗൾഫിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നേ. വിളിച്ചിട്ട് അയാൾ കുറേ ഇങ്ങനെ വിഷമിച്ച് കുറച്ച് കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അതൊരു വീഡിയോ എൻ്റെ അടുത്ത് ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ആൾ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞ് വീഡിയോ ഇടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ഇട്ട് വരുമ്പോൾ അത് പറയാം. അദ്ദേഹം പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒരു വീഡിയോ ഇടണം എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. ഞാൻ ഇടാമെന്നും പറഞ്ഞിട്ടുണ്ട്. അവർ നമ്മുടെ അടുത്ത് അങ്ങനെ ഒരു വീഡിയോ ഇടണമെന്ന് ഇങ്ങോട്ട് പറയുമ്പോൾ ഇടുന്നതിന് പ്രശ്നമില്ലല്ലോ. വേറുള്ളവരുടെ കാര്യങ്ങൾ നമ്മൾ അല്ലാതെ പറയുമ്പോഴൊക്കെ അല്ലേ ആൾക്കാർക്ക് വിഷമങ്ങൾ വരുന്നത്. ഇത് അവർ തന്നെ ഇങ്ങോട്ട് പറയണം എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. പിന്നെന്താണ്, കുറേ കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ടായിരുന്നു, മറന്നു പോകുന്നു. അപ്പോൾ എൻ്റെ യൂട്യൂബറായിട്ടുള്ള കുറേ യൂട്യൂബർ അല്ലേ നമ്മളെ കുടുംബം, അതായത് ഞാനും ഇപ്പം യൂട്യൂബേഴ്സിൻ്റെ ഒരു കൂടെ ആയിട്ടുണ്ട്. അപ്പോൾ അവരൊരു കുടുംബത്തിലേക്കുള്ള ഒരാളായിട്ടാണ് ഞാനും. അപ്പോൾ ഈ നമ്മളെ കുടുംബത്തിലുള്ള യൂട്യൂബേഴ്സ് അത് കാണുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സിനെയൊക്കെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. നിങ്ങളെ ഈ വീഡിയോകളൊക്കെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളെ കൂട്ടത്തിലൊരാളായിട്ട് തന്നെ ഞങ്ങളെയൊക്കെ കാണണം. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അറിഞ്ഞുകൊണ്ടൊന്നും അല്ലല്ലോ വീഡിയോ ഒക്കെ ഇടുന്നത്. തുടക്കത്തിലൊന്നും ആർക്കും ഇതിനെപ്പറ്റി അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം നിങ്ങളെ കൂട്ടത്തിൽ എല്ലാം അറിയുന്നതായിട്ടുള്ള ആൾക്കാർ ഞങ്ങളെയും കൂടെ നിങ്ങളുടെ കൂടെ കൂട്ടണം കേട്ടോ. ഈ വീഡിയോ യൂട്യൂബേഴ്സൊക്കെ കാണുന്നുണ്ടോ? കാണുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെപ്പോലുള്ളവരെയും കൂടെ കൂട്ടണേ. ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ, ബൈ ബൈ. വേറൊരു കാര്യം പറയാനുണ്ടേ, വേറെ 1-2 പേര് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ ഹസ്ബൻഡിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സുഖമില്ലാത്തതിനെ പറ്റി. വലത് കാലിൽ മുട്ടിന് താഴെ വെച്ച് മുറിച്ചു, ഇടത് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ട് ഇരിക്കുകയാണ്. ഇന്നലെയാണ് 4 വർഷം കഴിയുന്നത് കാല് മുറിച്ചിട്ട്. അപ്പോൾ ആ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ അത് കേട്ടിട്ട് ആളിനെ ഒന്ന് കാണണമെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നേ. ആളിന് വീഡിയോയിലൊന്നും വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് കാണിക്കാത്തത്. ഞാൻ ഇന്നലെ ഇങ്ങനെ പറഞ്ഞു, ഒന്ന് വീഡിയോ എടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ വേണ്ട, എന്നെ ഇതിലൊന്നും കാണിക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞത് കൊണ്ടിട്ടാണ് കാണിക്കാത്തത്. എപ്പോഴെങ്കിലും പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ടാറ്റാ, ബൈ ബൈ.